നമസ്കാരം. ഇത് മദ്യപിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അതൊരു വാണിങ്. അടിച്ച് കോണം തെറ്റി വീട്ടിൽ വന്ന് കയറുമ്പോഴേ ഒരു പണി നടക്കില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പ്രശ്നക്കാരാവും. അതായത് രണ്ടെണ്ണം അടിച്ച് നിന്നടിച്ചിട്ട് ബാറിന്ന് വീട്ടിൽ പോകണവന്മാർ എല്ലാ കാര്യവും വീട്ടിലും ഒക്കെ കറക്റ്റ് ചെയ്യും. അവിടെ ഇരുന്ന് കുടിക്കണ കുറച്ച് ടീമുണ്ട്. ബാറടക്കുമ്പോൾ ലൗസിപ്പ് കൂടി അടിച്ച് പോകണ ഇവന്മാർ വീട്ടിൽ ചെന്നാൽ എന്തായാലും വാരി തിന്ന് കിടന്നുറങ്ങും. അടുത്ത ബെഡിൽ തൊട്ടരികത്തൊരു മനുഷ്യജീവി എല്ലാ വികാരങ്ങളും ഉള്ള ഒരാൾ കിടക്കണ്ടെന്നുള്ളത് ഇവന് ഓർമ്മ ഉണ്ടാവില്ല. ഞാനൊരു ഉദാഹരണം പറയാൻ പോവാം. എൻ്റെ ലൈഫിൽ ഏകദേശം ഒരു 10-20 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. 20 വയസ്സ് ആയിട്ടില്ല. എൻ്റെ അയലൊക്കത്തെ ഒരാളുണ്ട്. ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. ആൾ കോൺട്രാക്ടറാണ്. കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വർക്ക്. ഞങ്ങൾക്കൊരു സ്കൂട്ടറുണ്ട്. രാവിലെ എണീറ്റിട്ട് ഇയാൾ മാർക്കറ്റിൽ പോകും. നല്ല പേടക്കണ പുഴമീൻ. അന്നത്തെ കാലത്തൊക്കെ 100 രൂപേൻ്റെ ഒക്കെ മീൻ വാങ്ങും. ഞായറാഴ്ച ഇറച്ചി. ഭക്ഷണമൊക്കെ ലാവിഷമാണ്. ഇത് കഴിഞ്ഞാൽ പണി സൈറ്റിലൊക്കെ പോയി എല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് ബാറിൽ പോകും. ബാറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് തോറണം വരും. അപ്പോൾ അടിച്ചിട്ടാണ് വരിക. അത് കഴിഞ്ഞ് കുറച്ച് നേരം മയങ്ങും. ചിലപ്പോൾ മയങ്ങൂല, സൈറ്റിൽ തന്നെ പോകും. പിന്നെ രാത്രി ഇയാൾ വരുമ്പോൾ ഒരു 10-11 മണിയാവും. അപ്പോൾ ഈ മീനും ഇതൊക്കെ കറി വെച്ച് ഇവളിവിടെ കാത്തിരിക്കുക. ഇവൻ എന്തെങ്കിലും വാരി തിന്നാലായി. ചിലപ്പോൾ ബാറിൽ നിന്ന് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടാവും വരിക. പിന്നെ ഇയാൾക്ക് വേറെ സുഖം കൂടി ഉണ്ട്. ഈ പോലീസിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരില്ലേ, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ബാറിൽ കൊണ്ടുപോയി സൽക്കരിക്കും. അയാൾ ഞാനായിട്ട് പരിചയമുണ്ടെന്നൊക്കെ അറിയിക്കാൻ വേണ്ടി അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവർക്കൊക്കെ ട്രീറ്റ് കൊടുക്കും. എങ്ങനെയായാലും വീട്ടിൽ വരുമ്പോൾ ഇയാൾക്ക് 4 കാലം. ഈ പെണ്ണാണെങ്കിലോ അമിത വികാരമുള്ള സ്ത്രീയും. അവസാനം എൻ്റെ വീട്ടിൽ മിക്ക ദിവസം ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. എന്നോടിങ്ങനെ സങ്കടങ്ങൾ പറയും. സെക്ഷുവലായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കില്ല എന്ന് അവർ ഇൻഡയറക്റ്റായിട്ട് എന്നോട് സൂചിപ്പിക്കൽ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി അവരുടെ കേസ് എന്താണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഉള്ളിൽ കയറ്റി എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ ഡ്രസ്സൊക്കെ കഴിച്ച് ഞാൻ അതിനെ കളിച്ച് കഴിഞ്ഞപ്പോൾ അതിന് നല്ല തൃപ്തിയായി. പിന്നെ ഈ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരും. എന്നിട്ട് ഇവളെന്നോട് പറയണേ, രാത്രി നീ വരുക. രാത്രി വന്നാൽ അയാൾക്ക് ബോധമൊന്നും ഉണ്ടാവില്ല. നേരം വെളുക്കുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര ക്രൂരനൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, ഇവനെൻ്റെ ബന്ധുവും കൂടിയാണ്. എൻ്റെ വീട്ടിലാകുമ്പോൾ അതിനൊരു ഇതുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ചെയ്യണതൊരു ശരിയല്ല. എൻ്റെ അവിടെ നിന്ന് ഞാൻ ചെയ്തു കൊടുക്കും. ഇതിന് 2 കളി 3 കളിയൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ പകൽ ഒപ്പിച്ചു കൊടുക്കും. ഒരു പ്രാവശ്യം കഴിഞ്ഞ് പോയാൽ കുറച്ച് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെയും വരും. ഒന്നും ആയില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. ഒരു ദിവസം എന്നോട് വിചിത്രമായിട്ടുള്ളൊരു ആവശ്യം പറഞ്ഞു. എന്നെ 2 പേര് ചെയ്യണം, ഒരേ സമയത്ത് ബന്ധപ്പെടണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെയൊന്നും എനിക്ക് വിശ്വാസമില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രാവശ്യം കൊടുത്തു പോയാൽ എന്നെ പോലത്തെ ആൾക്കാരല്ല അവന്മാർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെല്ലും.
നാട്ടുകാരറിയും. ചിലപ്പോൾ ഒരുത്തനും കിട്ടിയാൽ പിന്നെ അവൻ്റെ കെയർ ഓഫിൽ വേറെ ഒരുത്തർക്ക് കൊടുക്കാൻ പറയും. അങ്ങനത്തെ ആൾക്കാരൊക്കെ പണ്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നാട്ടിലുള്ള ആരും ഈ വിവരം അറിയിച്ചില്ല. അപ്പം ഞാൻ ഞങ്ങളുടെ എടപ്പള്ളി പള്ളിയിൽ നിന്ന് പണ്ടൊരുത്തരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിലൊക്കെ പോകാറുണ്ട്. ഏകദേശം ഒരേ ചിന്താഗതിയും കാഴ്ചപ്പാടുമൊക്കെ, സംസാരങ്ങളും ചിന്തകളൊക്കെ വിശ്വസിക്കാനും പറ്റും. ഞാൻ അവനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അവനാകുമ്പോൾ വേറൊരു ഗുണവും കൂടിയുണ്ട്. ഈ പെണ്ണിൻ്റെ വീട് അവനറിയില്ല. സംഭവം നടക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ചേ നടക്കുകയുള്ളൂ. ഈ പെണ്ണിൻ്റെ വീട്ടിൽ ഇവൻ തിരഞ്ഞ് അല്ലെങ്കിലും അവൻ പോകുന്നില്ല, നല്ല ധൈര്യമൊന്നും അവനില്ല. അങ്ങനെ ഒരു ദിവസം പറഞ്ഞുറപ്പിച്ച് ഇവൻ വന്ന് പകലവർ കയറി വന്നു. ഞങ്ങൾ രണ്ടാളും കൂടി സുഖിപ്പിച്ച് അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ട്. ആ പെണ്ണിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു ആക്കിയ ഒരു ദിവസം അവരെന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞു, ആ നാറി കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്തോരം തെറിയാണ് ആ പെണ്ണിനെ പറയണത്. അവളുടെ മുഖത്തൊരു സങ്കടം വരണം. ഇപ്പം അവളുടെ മുഖത്തൊരു തെളിച്ചോ, നീ നല്ലോണം കളിക്കേണ്ടത് എനിക്കറിയും, അതിലൊരു തെറ്റില്ല അറിയും. എന്നിട്ട് പിന്നെ അവരൊരു ഇതും കൂടി പറയും, ഈ പാവങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടിട്ട് അവന്ന് ഗവനിക്കണം. അതിനെന്താ ആൻറ്റി, ഞാൻ ചെയ്തു തരാം, അതൊന്നും കുഴപ്പമില്ല പറയും. അപ്പോൾ ഈ പെണ്ണിന് ഒരു മനസാക്ഷി കുത്തൂല. അവൾ പറഞ്ഞ എൻ്റെ 8 കൊല്ലമാണ് അവൻ പഴക്കിയത്. എന്താ കുറേ ഇറച്ചി മീനും കൂടെ ഇട്ട് തന്നിട്ട്. സംഗതി സത്യമാണ്. ഇവിടെ മാത്രമല്ല വായ ഉള്ളത്, പെണ്ണുങ്ങൾക്ക് വേറൊരു വായും കൂടി ഉണ്ട്, അവിടേക്ക് ഉള്ളതും കൂടി കൊടുക്കണം. അപ്പോൾ ഞാനിത് പറയണത് ഈ വെള്ളമടിച്ച് വരുമ്പേ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് വേറൊരു പ്രശ്നമുണ്ട്. പണ്ടിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ആൻറ്റി കളിക്കണമെന്ന് അറിഞ്ഞിട്ടും അത് കുഴപ്പമില്ല നീ ചെയ്ത് കൊടുത്തെന്ന്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ല. ഒരാണും പെണ്ണും പരിപാടിയാണെന്ന് അറിഞ്ഞാൽ ഈ വെക്കണവനും കുഴപ്പമില്ല, കൊടുക്കണവനും കുഴപ്പമില്ല, കാണണവനാണ് പ്രശ്നം. പിന്നെ രണ്ടാളും കുടുംബവും തറവാടും കൂർമാടാക്കിയിട്ട് ആ ശ്വാസം നേരെ വിടുള്ളൂ. സദാചാരം, പിന്നെ CCTV, മൊബൈൽ ക്യാമറ, ഇതൊക്കെ കൊണ്ട് എന്ത് പറ്റി, ആർക്കും പരിപാടിക്ക് കൊടുക്കാൻ ധൈര്യമില്ല, ഭയം. ധൈര്യമുള്ളവരുണ്ട്, പക്ഷെ അയൽവക്കത്തുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ ആൻറ്റിയില്ലേ ചെയ്തു കൊടുക്കണമെന്ന്, നീ ചെയ്യണ നല്ല കാര്യമെന്ന്, അന്നൊക്കെ അത്ര ഒരു സമസ്ത സുന്ദരമായിട്ടുള്ളൊരു കാലമാണ്. ഞാൻ ഈ കള്ളപ്പരിപാടിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പല മാന്യന്മാർ പല വീടിൻ്റെ പരിസരത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പാതിരാക്കൊരു സൂര്യൻ ഉദിക്കണം, എന്നാലാണ് ഇവരുടെയൊക്കെ പൊയ്മുഖങ്ങൾ അറിയുള്ളൂ. അതുപോലെ പെണ്ണുങ്ങളതും. പക്ഷെ കണ്ടാൽ നമ്മളത് പറഞ്ഞുണ്ടാക്കൂല, പറഞ്ഞ് നടക്കൂല, അവരായി അവരുടെ പാടായി. ഇന്ന് അങ്ങനെയല്ല. പക്ഷെ ഇന്ന് വേറൊരു അപകടമുണ്ട്. ഇപ്പം ചിലപ്പോൾ ഭർത്താവ് നാട്ടിലൊക്കെ വലിയ ക്യാമറ ആയിരിക്കും, അല്ല മീശയൊക്കെ ഉണ്ടാവും, ആരോടാന്നൊക്കെ പറഞ്ഞ് മിരട്ടുണ്ടാവും. പക്ഷെ ബെഡ്റൂമിൽ ലോക പരാജയമായിരിക്കും. അപ്പം എന്താ വന്നത്, ഈ പെണ്ണുങ്ങളുടെ അടുത്ത് ഇവന്മാർക്ക് വല്ലാണ്ട് വോയിസില്ല. അപ്പോൾ ഇവരവരെ ധിക്കരിക്കാൻ തുടങ്ങും. കാരണം ഇവർക്ക് പണ്ടൊക്കെ പുറംകളിക്കൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് കുറേ ആശ്വാസം കിട്ടുന്നതുകൊണ്ട് ഈ ഭർത്താവിനൊക്കെ അനുസരിച്ച് നിൽക്കും. കാരണം ചെയ്യണത് തെറ്റാണല്ല എന്നുള്ള രീതിയിൽ ഒരു ബഹുമാനമൊക്കെ ഭർത്താവിന് കൊടുക്കും. പക്ഷെ ഇന്ന് ഈ തെറ്റ് ചെയ്യാൻ അവർക്ക് ചാൻസേ ഇല്ല. അപ്പം മറ്റൊരു രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യുക. ഭർത്താവിനെ അനുസരിക്കാണ്ടിരിക്കും, തർക്കുത്തരം പറയും, കൂടുതൽ വിളച്ചിലെടുത്താൽ നീ പാടാടെന്ന് പറയും, അമ്മായിമ്മനോട് കച്ചറുണ്ടാക്കും, മക്കളെ പിടിച്ചടിക്കും. ഇതിൻ്റെയൊക്കെ റീസൺ ഇതാ, ഈ വെള്ളമടിച്ച് ചെന്നിട്ട് കിടന്നുറങ്ങും. അവനൊന്നും ആവശ്യമില്ല, സാധനം പൊങ്ങുകയില്ല. പക്ഷേ ഈ സ്ത്രീകൾ ചോര നീരും വികാരമുള്ള ആൾക്കാരാണ്. എന്നാൽ അവർക്ക് പുറത്ത് കൊടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നിലക്കും പറ്റില്ല. അപ്പോൾ അവരുടെ വികാരം വേറെ രീതിയിൽ ഡൈവേർട്ടാവും. ദേഷ്യം, പക, ഒരുപാട് പ്രശ്നങ്ങൾ. ചില പെണ്ണുങ്ങൾ
ഏതെങ്കിലും ബംഗാളിൻ്റെ ഒപ്പം ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ കേൾക്കല്ലേ. മിക്കത് ഇങ്ങനത്തെ കേസുകളാണ്. വീട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലാഞ്ഞിട്ടാണ്. ഒരു പെണ്ണിന് വേണ്ടത് കെയറിങ്ങാണ്. അവളെ ലാളിച്ച് സ്നേഹിച്ചും കൊണ്ടു നടക്കണം. വെള്ളമടിക്കാണ്ട് നല്ല നിലക്കൊക്കെ വീട്ടിൽ ചെന്ന് ഇനി ചെറുമട്ടത്തിലെ പണിയെടുക്കാൻ പറ്റുള്ളെങ്കിലും അവർ സഹിക്കും. ഇപ്പം എല്ലാ ആണുങ്ങൾക്കും കുതിരശക്തിയൊന്നുമില്ല. ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം വരും. ഇതൊക്കെ മിക്ക വീട്ടിലുണ്ട്. ഈ ബ്ലൂ ഫിലിമിൽ കാണുന്ന പോലെ ഒന്നും മണിക്കൂർ കണക്കിനൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് സ്നേഹവും ലാളനയും പരിഗണനയും കിട്ടിയാൽ ചെറിയ കുറവുകളൊക്കെ അവർ ക്ഷമിക്കും, അവർ സഹകരിച്ച് തരും. ശരിക്കും അവർക്ക് നമുക്ക് ടൈമിങ് ഇല്ല, വലിയ കഴിവില്ലെങ്കിൽ നാവും കൊണ്ടും വിരലുകൊണ്ടൊക്കെ അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് വരുത്തി കൊടുക്കുക, എന്നിട്ട് കളിക്കുക. 1 മിനിറ്റേ കളിക്കാൻ പറ്റുള്ളെങ്കിലും അവർക്ക് പ്രശ്നമില്ല. ഈ വെള്ളമടിച്ച് കോണം തെറ്റി തെറിയും താറും മറ്റേതൊക്കെ വിളിക്കുകയും ചെയ്യും. കുറേ തിന്നാൻ കൊണ്ടിട്ട് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് ആ ചെയ്തതിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല. കാരണം ആ പെണ്ണിൻ്റെ ഒരു സന്തോഷം, അവൾക്കൊരു സന്തോഷം കൊടുക്കാൻ എനിക്ക് പറ്റി. അതാണ് ഈ പറഞ്ഞത്. ഇതിലൊന്നും എത്തിക്സ് നോക്കാനില്ല. എൻ്റെ അടുത്ത വീഡിയോ ഒരു ചേച്ചിനെ ഞാൻ പ്രഗ്നൻ്റ് ആക്കി കൊടുത്തതാണ്. അതിന് തെറ്റും ശരിയും അതിൻ്റെ ഈ കേൾക്കണവർ പറഞ്ഞു തരണം. വർഷങ്ങളായി വിധികർത്താക്കൾ നിങ്ങളാണ്. എൻ്റെ നെക്സ്റ്റ് വീഡിയോ അതാണ്. വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ അത് വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ചിന്തിച്ചത്. അപ്പോൾ നാളെ ഈ നേരത്തെ ആ വീഡിയോ വരും. നമസ്കാരം.